ഹായ് എവരിബഡി. സാപ്പിയൻസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെയിൽവേ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായിട്ട്, അതായത് RPF, ALP, NTPC, അതുപോലെ ALP CBT2, അപ്പോൾ ഇങ്ങനത്തെ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ക്ലാസ്സുകളാണ് സാപ്പിയൻസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ സാപ്പിയൻസ് അക്കാഡമിയുടെ കൂടുതൽ ക്ലാസ്സുകൾ, അതുപോലെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഏറ്റവും നല്ല കോഴ്സുകൾ നിങ്ങൾക്ക് സാപ്പിയൻസ് അക്കാഡമിയിൽ, റെയിൽവേയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് സാപ്പിയൻസ് അക്കാഡമിയിൽ നിന്നും അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന്റെ ഒരു സെക്ഷൻ ആണ്. അപ്പൊ എന്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 2023-ലെയും 2024-ലെയും കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലായിട്ട് നമ്മൾ 2024 നടക്കുന്ന പരീക്ഷകൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഒരു 1.5 വർഷം ബാക്കിലേക്കുള്ള കറണ്ട് അഫയേഴ്സ്, അതാണ് നമ്മുടെ ഒരു കണക്ക്. അപ്പൊ 2023-ലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ മന്ത് വൈസ് പഠിക്കുന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ക്വസ്റ്റ്യൻ വൈസ് ചെയ്ത് അതിന്റെ കൂടെ റിലേറ്റഡ് ഫാക്ട്, അങ്ങനെയാണ് 2023-ലെ കറണ്ട് അഫയേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2024-ലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇതുവരെയുള്ള മാസത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ അനലൈസ് ചെയ്ത് തന്നെ പഠിക്കും. അതിനുശേഷം ഇനിയിപ്പോ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് അങ്ങോട്ടുള്ള ഡെയിലി വൈസ് അല്ലെങ്കിൽ മന്ത്ലി വൈസ് ഒക്കെ കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ 2023 മന്ത്ലി ഡെയിലി വൈസ് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. 23 നമ്മൾ മുഴുവനായിട്ട് ഇങ്ങനെയാ ക്വസ്റ്റ്യൻ ആൻസർ ബേസ്, റിലേറ്റഡ് ഫാക്ട് ബേസിസിലായിരിക്കും പഠിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഒരു എക്സാം ഒക്കെ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ട് പേടിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് എഴുതുക, ആൻസർ എഴുതിയെടുക്കുക, റിലേറ്റഡ് ഫാക്ട് എഴുതുക, പഠിക്കുക. അപ്പൊ എത്രയാണ് ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ചെയ്യേണ്ടത്. അപ്പൊ അത് പേടിക്കേണ്ട കാര്യമില്ല. ക്ലാസ് നമ്മൾ മാക്സിമം എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും പറഞ്ഞു തരുന്നത്. നിങ്ങൾ പഠിക്കുക, തരുന്ന കാര്യങ്ങൾ പഠിക്കുക, അത്ര മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് 2023-ലെ കറണ്ട് അഫയേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, വളരെ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുക, ക്ലാസ് കിട്ടുക. ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ 2023-ലെ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കിക്കേ. ഭൂമി സമ്മാൻ അവാർഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇംപ്ലിമെന്റേഷൻ ഓഫ് വിച്ച് സ്കീം എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താ? ഭൂമി സമ്മാൻ അവാർഡിന്റെ പേരെന്താ? ഭൂമി സമ്മാൻ അവാർഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇംപ്ലിമെന്റേഷൻ ഓഫ് വിച്ച് സ്കീം എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ നമുക്ക് 4 സ്കീമുകൾ തന്നിട്ടുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം, സ്വച്ഛ് ഭാരത് മിഷൻ, PM കിസാൻ യോജന, അതായത് പ്രധാനമന്ത്രി കിസാൻ യോജന, PM ഫസൽ ഭീമ യോജന. ഓക്കെ, പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന. ഇതെല്ലാം ഓരോരോ സ്കീമുകളാണ്. സ്കീമുകൾ നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നമുക്ക് എന്താണ് ഈ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ സ്കീമുകളുമായിട്ട് ഒന്നും ബന്ധമില്ലെങ്കിൽ തന്നെ ആക്ച്വലി ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഭൂമി സമ്മാൻ എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തോ സംഭവമാണെന്ന് ഓർക്കുക. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ ആകെപ്പാടെ വരുന്ന 2 ഓപ്ഷൻസ് വരുന്നത് ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാമും PM കിസാൻ യോജന, കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് കിസാൻ എന്ന് വേണമെങ്കിൽ ഓർക്കാം. എങ്കിലും കറക്റ്റ് ലാൻഡ് റെക്കോർഡ്സ് എന്ന് വരുന്ന ആ ഒരു വാക്കും ഭൂമി സമ്മാനമായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം എന്താണ് കുഞ്ഞുങ്ങളെ വരുന്നത്? ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം എന്ന് വരും. ഇനി എന്താണ് ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് 2008 ഒരു സ്കീം വന്നു. അതിന്റെ പേരാണ് നാഷണൽ ലാൻഡ് റെക്കോർഡ് മോഡേണൈസേഷൻ പ്രോഗ്രാം. നാഷണൽ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം. അപ്പോ നാഷണൽ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാമിനെ നമ്മൾ ഒന്ന് എന്ത് ചെയ്യുന്നു? മാറ്റി പുതിയ രീതിയിലേക്ക് കൊണ്ടുവരുന്നു 2016-ൽ. അങ്ങനെ 2016-ൽ നാഷണൽ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ് ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം. എന്തായിരിക്കും? നമ്മുടെ ഇന്ത്യയില് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഭൂമി സംബന്ധമായ റെക്കോർഡുകളും ഡിജിറ്റലൈസ് ചെയ്യുന്ന പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം. എന്നാ വന്നത്? 2016-ലാണ് വന്നത്. ഇതിന്റെ ഫസ്റ്റ് ഫോമാണ് നാഷണൽ
ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം. അത് വന്നത് എന്താ 2008 ഓക്കെ. അപ്പൊ ഭൂമി സമ്മാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം. ഇത് നിങ്ങൾക്ക് DILRM എന്ന് പറയും. അപ്പൊ DILRM എന്ന് കണ്ട ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം ആണെന്ന് നിങ്ങൾ ഓർക്കണം. ഇനി ഈ അവാർഡ് 2023 ഈ ഭൂമി സമ്മാൻ അവാർഡ് ലഭിച്ചത് ഏത് സ്റ്റേറ്റിനാണെന്ന് ചോദിച്ചാൽ ഒഡീഷയ്ക്കാണ് ലഭിക്കുന്നത്. ഈ അവാർഡ് നൽകിയത് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു ആണ്. 2023 ഒഡീഷയ്ക്കാണ് അവാർഡ് കിട്ടുന്നത്. എത്ര പോയിന്റാ പഠിച്ചത്? 2008 നാഷണൽ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം 2016 നമ്മളൊന്ന് മാറ്റി പിടിച്ചു. എന്താ പേര്? ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം എന്നാക്കി. ഓക്കെ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകുന്ന അവാർഡാണ് ഭൂമി സമ്മാൻ അവാർഡ് എന്ന് പറയുന്നത്. 2023 ഭൂമി സമ്മാൻ അവാർഡ് ലഭിച്ചത് ഒഡീഷ ഗവൺമെന്റിനാണ്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണെന്ന് ചോദിക്കും. അപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണെന്ന് ചോദിച്ചാൽ എന്താ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് റിസോഴ്സസ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് റിസോഴ്സസ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് റിസോഴ്സസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയല്ലോ. 5-6 ക്വസ്റ്റ്യൻസ് പഠിച്ചു. അപ്പൊ ഇനി ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ ഓർക്കുമെന്ന് വിചാരിക്കട്ടെ. ഭൂമി സമ്മാൻ അവാർഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് സ്റ്റേറ്റ്സ് 53rd ഡിസ്ട്രിക്ട് ഈസ് മൗഗഞ്ച്? മൗഗഞ്ച് എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തിന്റെ 53ാമത് ഡിസ്ട്രിക്ട് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ ഓപ്ഷനിൽ മഹാരാഷ്ട്ര, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് പുതിയതായിട്ട് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ പുതിയ ഡിസ്ട്രിക്റ്റുകൾ ചേർത്തു എന്ന് പറയുന്ന വാർത്തയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് SSC റെയിൽവേ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോ 53ാമത് ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് മൗഗഞ്ച് വരുന്നത്. ഏത് സംസ്ഥാനത്തിന്റെ ആണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? ഓപ്ഷൻ നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കുവാണെങ്കിൽ, നമ്മൾ പഠിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു ഉത്തരവാണ്. നമുക്ക് ഊഹവും പേര് വെച്ചോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആൻസർ വരുന്നത് മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശിന്റെ 53ാമത്തെ ഡിസ്ട്രിക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് മൗഗഞ്ച്. മധ്യപ്രദേശിന്റെ 53rd ഡിസ്ട്രിക്റ്റ് ആണ്. മധ്യപ്രദേശിൽ ഉണ്ടായിരുന്ന രേവ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവരെന്താ മൗഗഞ്ച് എന്ന് പറയുന്ന പുതിയൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ടാക്കിയത്. 2023 മൗഗഞ്ച് ഡിസ്ട്രിക്റ്റ് വരുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാ പഠിച്ചേ? ഏത് സ്റ്റേറ്റ് ആണ്? മധ്യപ്രദേശിന്റെ 53ാമത്തെ ഡിസ്ട്രിക്റ്റ് ആണ് മൗഗഞ്ച് എന്ന് പഠിച്ചു അല്ലെ. രേവ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് മൗഗഞ്ച് എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ഉണ്ടാക്കിയതെന്ന് പഠിച്ചു. 2023 മൗഗഞ്ച് ഡിസ്ട്രിക്ട് വന്നതെന്ന് പഠിച്ചു. അപ്പൊ ഒരു ഡിസ്ട്രിക്ട് ഒക്കെ ഫോം ചെയ്യാനുള്ള അവകാശം ആർക്കാണെന്ന് ചോദിച്ചാൽ, അതോറിറ്റി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? യൂണിയൻ ഗവൺമെന്റ് ആണോ? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ? ഏത് ഗവൺമെന്റ് ആണ് ഒരു ഡിസ്ട്രിക്ട് ഫോം ചെയ്യാനുള്ള അതോറിറ്റി എന്ന് നിങ്ങൾ ചോദിച്ചാൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ഒരു ഡിസ്ട്രിക്ട് ഒക്കെ ഫോം ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. പുതിയ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ പുതിയ സ്റ്റേറ്റ് യൂണിയൻ ഗവൺമെന്റ്. അങ്ങനെ നമുക്ക് ഓർത്തു വെക്കാലോ. അപ്പോ വിച്ച് സ്റ്റേറ്റ്സ് 53rd ഡിസ്ട്രിക്ട് ഈസ് മൗഗഞ്ച്? മൗഗഞ്ച് മധ്യപ്രദേശ്. MM വെച്ച് നിങ്ങൾ ഓർത്തിരിക്കോ? മൗഗഞ്ച് മധ്യപ്രദേശ്. മൗഗഞ്ച് മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിത്ത് വിച്ച് കൺട്രി ഹാസ് ഇന്ത്യ സ്റ്റാർട്ടഡ് ട്രേഡ് സെറ്റിൽമെന്റ്സ് ഇൻ ലോക്കൽ കറൻസീസ്? അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഓർക്കണം, നമുക്ക് ഒരിക്കലും RRB SSC പരീക്ഷകൾക്കൊന്നും ലോക്കലായിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് കുറഞ്ഞ കറണ്ട് അഫയേഴ്സുകളോ ഒന്നും ചോദിക്കില്ല. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് സ്റ്റാൻഡേർഡ് നമ്മുടെ ഹിന്ദു പത്രങ്ങളിലൊക്കെ വരുന്ന ന്യൂസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ പത്രവായന സ്ഥിരമാക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് പല പത്രങ്ങളുടെ ആപ്ലിക്കേഷൻസ്, ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒക്കെ ആപ്ലിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ എടുത്തു വെച്ച് ആ പത്രവായന സ്ഥിരമാക്കാൻ ശ്രമിക്കുക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ RRBക്കൊക്കെ ചോദിക്കാറ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ.
വിത്ത് വിച്ച് കൺട്രി ഹാസ് ഇന്ത്യ സ്റ്റാർട്ടഡ് ട്രേഡ് സെറ്റിൽമെന്റ്സ് ഇൻ ലോക്കൽ കറൻസീസ്? ഇതിന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമുക്ക് ഇത് തെറ്റിപ്പോകും. കാര്യം നേപ്പാളിലൊക്കെ INR നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ അവരുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ട്രേഡ് സെറ്റിൽമെന്റ്സ് ലോക്കൽ കറൻസീസിൽ എന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ ലോക്കൽ കറൻസി ഇവിടെയും എടുക്കും, നമ്മുടെ ലോക്കൽ കറൻസി അതായത് റുപ്പി അവിടെയും എടുക്കും. അങ്ങനെ ഒരു ട്രേഡ് വ്യാപാരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കിയ രാജ്യം ഏതെന്നാണ് ഈ ഇടയ്ക്ക് പത്രത്തിൽ 2023 പത്രങ്ങളിൽ വന്ന ന്യൂസിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ വിത്ത് വിച്ച് കൺട്രി ഇന്ത്യ ഹാസ് സ്റ്റാർട്ടഡ് ട്രേഡ് സെറ്റിൽമെന്റ്? നിങ്ങൾക്ക് പെട്ടെന്ന് നേപ്പാൾ കാണുമ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ തോന്നും. പക്ഷെ ആൻസർ നേപ്പാൾ അല്ല, ടാൻസാനിയയാണ് കേട്ടോ. ടാൻസാനിയയിൽ ഷില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് രൂപയല്ല, അവരുടെ എന്താണ് കറൻസി എന്ന് പറയുന്നത് ടാൻസാനിയൻ ഷില്ലിംഗ് ആണ്. അപ്പൊ ടാൻസാനിയൻ ഷില്ലിംഗ് ഇവിടെയും എടുക്കും, ഇവിടുത്തെ റുപ്പീസ് അവിടെയും എടുക്കും. ഏത് സമയത്ത്? ട്രേഡ് സെറ്റിൽമെന്റ്സിന്റെ സമയത്ത്, വ്യാപാര ബന്ധങ്ങളിലൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കയറ്റുമതി അവിടെ നിന്നുള്ള ഇറക്കുമതിയൊക്കെ കൂടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അത് നമ്മുടെ ട്രേഡിനെ ഇംപ്രൂവ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നു ടാൻസാനിയുമായിട്ട്. ലോക്കൽ കറൻസിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രേഡ് സെറ്റിൽമെന്റ്സ് നടത്താമെന്ന്. അപ്പൊ നേപ്പാള് അതുപോലെ ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ എന്താണ് റുപ്പി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതല്ല ക്വസ്റ്റ്യൻ. ട്രേഡ് സെറ്റിൽമെന്റ്സ് നമ്മൾ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് ലോക്കൽ കറൻസിയിൽ സ്റ്റാർട്ട് ചെയ്ത രാജ്യം ഏതാണ്? 2023 2023 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. 2023 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ടാൻസാനിയാണ് ആൻസർ. നോട്ട് ചെയ്ത് വെച്ചേക്ക, ടാൻസാനിയ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ബാങ്ക് ഇഷ്യൂഡ് ഒഫീഷ്യൽ അപ്രൂവൽ ഫോർ ദ ബാങ്ക് ഓഫ് ഇസ്രായേൽ ടു ജോയിൻ ദ ഇന്റർനാഷണൽ കമ്മിറ്റി ഓൺ ക്രെഡിറ്റ് റിപ്പോർട്ടിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് ബാങ്ക് ഇഷ്യൂഡ് ഒഫീഷ്യൽ അപ്രൂവൽ ഫോർ ദ ബാങ്ക് ഓഫ് ഇസ്രായേൽ ടു ജോയിൻ ദ ഇന്റർനാഷണൽ കമ്മിറ്റി ഓൺ ക്രെഡിറ്റ് റിപ്പോർട്ടിംഗ്? അപ്പൊ ഈ ക്വസ്റ്റ്യനിന് നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുക എന്നൊന്ന് നോക്കിക്കേ. നമ്മൾ നോക്കിക്കേ, ഇന്റർനാഷണൽ കമ്മിറ്റിയാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഇന്റർനാഷണൽ കമ്മിറ്റിയാണ്. ഇന്റർനാഷണൽ കമ്മിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽ അപ്രൂവൽ കൊടുക്കാൻ പ്രാപ്തിയുള്ള ബാങ്ക് ഇതിൽ ഏതാണെന്ന് നോക്കിയാൽ മതി. യൂക്കോ ബാങ്കോ, കാനറ ബാങ്കോ, യെസ് ബാങ്കോ, വേൾഡ് ബാങ്കോ ആണോ എന്ന് നിങ്ങളൊന്ന് ലോജിക്കലി തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും അല്ലെ. വേൾഡ് ബാങ്കിനല്ല ഉള്ളൂ. ഇന്റർനാഷണൽ കമ്മിറ്റി ഓൺ ക്രെഡിറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്. അത് ഇന്റർനാഷണൽ കമ്മിറ്റിയാണ്. സോ അപ്പൊ അത് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. ഏത് രാജ്യത്തെ ബാങ്കിനാണ് വേൾഡ് ബാങ്ക് ഇന്റർനാഷണൽ കമ്മിറ്റി ഓൺ ക്രെഡിറ്റ് റിപ്പോർട്ടിംഗില് എന്താണ് അംഗമാകാനുള്ള ഒഫീഷ്യൽ അപ്രൂവൽ കൊടുത്തത് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. അത് ബാങ്ക് ഓഫ് ഇസ്രായേൽ ആണ്. ഓക്കെ, ബാങ്ക് ഓഫ് ഇസ്രായേൽ. ബാങ്ക് ഓഫ് ഇസ്രായേലിനാണ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓൺ ക്രെഡിറ്റ് റിപ്പോർട്ടിങ്ങിനുള്ള അനുവാദം ആര് കൊടുത്തു? നമ്മുടെ വേൾഡ് ബാങ്ക് കൊടുത്തു റിപ്പോർട്ടിങ്ങിൽ അംഗമാവാനുള്ള അധികാരം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു ഇസ് ദ ഫസ്റ്റ് വുമൺ ഇൻ ഇന്ത്യ ടു റിസീവ് ദ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി അവാർഡ്? നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ, നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ IUPAC നാമം, IUPAC ആണ് പേര് കൊടുക്കുന്നത്, മൂലകങ്ങൾക്ക് പേര് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോ ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഒരു വനിതയ്ക്ക് IUPACയുടെ അവാർഡ് ലഭിച്ചു. അത് ഏത് വനിതയ്ക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് നോക്കി. ജ്യോതിർമയി മൊഹന്തി ഉണ്ട്, റിതു കരിതൽ ഉണ്ട്, ടെസ്സി തോമസ് ഉണ്ട്, മിനൽ രോഹിത് ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് പഠിച്ചാൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ. ഇതിന്റെ ആൻസർ വരുന്നത് ജ്യോതിർമയി മൊഹന്തിയാണ്. ഓക്കെ, ബാർക്കിലെ ഉദ്യോഗസ്ഥയാണ്, ഒഡീഷയിൽ നിന്നുള്ള വ്യക്തിയാണ്, ഒഡീഷ. ഓക്കെ, ജ്യോതിർമയി മൊഹന്തി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരാണ് കുഞ്ഞുങ്ങളെ ടെസ്സി തോമസും അതുപോലെ തന്നെ ഋതു കരുതലും ഒക്കെ ആരാണെന്ന് ഒന്ന് പറഞ്ഞേ. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാ? മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാ? ടെസ്സി തോമസ് ആണ്. SS വെച്ച് നമ്മൾ ഓർക്കണം അല്ലെ. മിസൈൽ വുമൺ ടെസ്സി തോമസ്, മിസൈൽ വുമൺ ടെസ്സി തോമസ്. ഇനി റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ആരാ? റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ, റോക്കറ്റ് വുമൺ ഋതു കരുതൽ, ഋതു കരിതൾ. അപ്പൊ നമ്മൾ ആ പേര് വെച്ച് തന്നെ ഓർത്തിരിക്കുമല്ലോ. മിസൈൽ വുമൺ ടെസ്സി തോമസ്, റോക്കറ്റ് വുമൺ ഋതു കരുതൽ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാ ആറും കൂടിയൊക്കെ ഒന്ന് ബബിൾ ചെയ്ത് വെച്ചേക്കുക. അതുപോലെ മിസൈലിന്റെ SUSും ടെസ്സിയുടെ SUSും ഒക്കെ ഒന്ന് ബബിൾ ചെയ്ത് വെച്ചേക്കുക. ഇങ്ങനെയൊക്കെ പഠിക്കാം. അപ്പൊ IUPAC അവാർഡ് ആദ്യമായി ലഭിച്ച ഇന്ത്യൻ വനിത ആരാന്ന് ചോദിച്ചാൽ ആൻസർ ജ്യോതിർമയി മൊഹന്തിയാണ്. ജ്യോതിർമയി മൊഹന്തിയാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക.
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ഫസ്റ്റ് ഇന്ത്യൻ അമേരിക്കൻ ജഡ്ജ് ഓഫ് ദ മാൻഹട്ടൻ ഫെഡറൽ ഡിസ്ട്രിക്ട് കോർട്ട് ഇൻ ന്യൂയോർക്ക്. അപ്പൊ ന്യൂയോർക്കിലെ മാൻഹട്ടനിലെ ഫെഡറൽ ഡിസ്ട്രിക്ട് കോർട്ടില് എന്താണ് നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ ജഡ്ജ്, ഇന്ത്യൻ വംശജനായ ജഡ്ജ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. പത്രം വായിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ആൻസർ ആണ് ഇതൊക്കെ. ഇതിനകത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കിയാൽ നേഹ മാലിക്, രാധിക മർച്ചന്റ്, നെഹാൽ സിംഗ്, അരുൺ സുബ്രഹ്മണ്യൻ. ഇത് നിങ്ങൾക്ക് ഒരു മിനിമം നോളജ് ഇവരെ പറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റിന് പെട്ടെന്ന് ആൻസർ കിട്ടും. ബിക്കോസ് അരുൺ സുബ്രഹ്മണ്യൻ ആണ് ആൻസർ. രാധിക മർച്ചന്റ് ആരാണ്? ഈ ഇടയ്ക്കൊക്കെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ആനന്ദ് അംബാനി ഇപ്പൊ വിവാഹം കഴിച്ചത് രാധിക മർച്ചന്റിനെയാണ് അല്ലെ. അതുപോലെ നേഹ മാലിക് ഒക്കെ ഫിലിം സ്റ്റാർ ആണ്. അപ്പോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് ഇവരെയൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്താൽ അരുൺ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോ ഇന്ത്യൻ അമേരിക്കൻ ജഡ്ജ് ഓഫ് മാൻഹട്ടൻ ഫെഡറൽ ഡിസ്ട്രിക്ട് കോർട്ട് ഇൻ ന്യൂയോർക്ക്. ന്യൂയോർക്കിലെ ഒരു ഡിസ്ട്രിക്ട് കോർട്ടിൽ അല്ലെ, മാൻഹട്ടൻ ഫെഡറൽ ഡിസ്ട്രിക്ട് കോർട്ടില് നിയമിതനായ ജഡ്ജ് ഇന്ത്യൻ വംശജനാണ് അല്ലെ. ഇന്ത്യൻ വംശനായ ജഡ്ജ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അരുൺ സുബ്രഹ്മണ്യൻ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ വിച്ച് കമ്പനി ഹാസ് ബീൻ റീസെന്റ് അപ്ഗ്രേഡഡ് ടു ദ സ്റ്റാറ്റസ് ഓഫ് നവരത്ന CPSE ഇൻ മെയ് 2023. ബിക്കോസ് ഈ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്, മെയ് 2023 എന്ന്. ഇതിന് ശേഷവും നവരത്ന അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ കറക്റ്റ് ഡേറ്റ് ഇൻ മെയ് 2023 തന്നെ തന്നിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസിനകത്ത് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ഉണ്ട്, ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ഉണ്ട്, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ് ഉണ്ട്. അപ്പോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്ന ഒരു അസൈൻമെന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള നവരത്ന കമ്പനികള്, മഹാരത്ന കമ്പനികളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇപ്പൊ ടോട്ടലി ഒരു 16ഓളം നവരത്ന കമ്പനികൾ ഉണ്ട്. ഓക്കെ, 13ാമതായിട്ട് എന്തോ ആണ് ഈ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് വരുന്നത്. അത് കഴിഞ്ഞ് 14, 15, 16 പിന്നീട് 2-3 കമ്പനികൾക്ക് കൂടി നവരത്ന പദവി കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നമുക്ക് മിനിരത്ന, നവരത്ന, മഹാരത്ന എന്ന് പറഞ്ഞിട്ട് 3 സ്കീമുകളിലായിട്ട് ഈ കമ്പനികൾ അവർക്ക് സ്വയംഭരണ അധികാരം കൊടുക്കുന്നതനുസരിച്ചാണ് ഈ ഒരു പദവികൾ ലഭിക്കുക. അപ്പൊ ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാറ്റഗറീസ് ഒക്കെ അവർ എന്ത് ചെയ്യണം, കടക്കണം, കുറച്ച് കടമ്പകളൊക്കെ കടക്കണം. ആ ഒരു കാറ്റഗറിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ് കടന്നു പോകുന്ന കമ്പനികളെയാണ് അവർ നവരത്ന കമ്പനിയായിട്ട് ഉയർത്തും. അതിനുശേഷം മിനിരത്ന നവരത്നയാക്കും, നവരത്നയെ പിന്നീട് മഹാരത്നയായിട്ട് ഉയർത്തും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെയൊക്കെ പേര് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അപ്പൊ എനിക്ക് GK ക്ലാസ്സിലാണെങ്കിൽ അത് ഫുൾ പേര് നമുക്ക് പഠിക്കാം. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് ഫുൾ പേര് പഠിക്കുന്നില്ല. മെയ് 2023 നവരത്ന കമ്പനിയായിട്ട് ഉയർത്തപ്പെട്ട കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. ഓക്കെ, RVNL എന്നും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അങ്ങനെ മാത്രം വേണമെങ്കിൽ ചോദിക്കാം. NL, RVNL എന്ന് മാത്രം വേണമെങ്കിലും ചോദിക്കാം. സോ എല്ലാ കമ്പനികളുടെയും ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ വെൻ ഈസ് ദ ഇന്റർനാഷണൽ ഡേ ഇൻ സപ്പോർട്ട് ഓഫ് വിക്ടിംസ് ഓഫ് ടോർച്ചർ ഒബ്സർവ്ഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ക്വസ്റ്റ്യൻ നോക്കിയ ഓപ്ഷൻ ജൂൺ 25, 26, 27, 28. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന നമ്മുടെ ഡ്രഗ്സ് ഡേ എന്ന് പഠിച്ചു വെച്ചേക്കുന്ന ഡേ എന്നാണ്. ഇന്റർനാഷണൽ ഡ്രഗ്സ് ഡേ. ഡ്രഗ്സ് ഡേ ആണ് ജൂൺ 26 എന്ന് പറയുന്നത് അല്ലെ, ജൂൺ 26. സെയിം ആൻസർ ആണ് ഇന്റർനാഷണൽ ഡേ ഇൻ സപ്പോർട്ട് ഓഫ് വിക്ടിംസ് ഓഫ് ടോർച്ചർ എന്ന് വെച്ചാൽ എന്താണ്, ടോർച്ചേഴ്സിനൊക്കെ വിധേയമായിട്ടുള്ള ആൾക്കാർ, വിക്ടിംസിന്റെ സപ്പോർട്ട് നമ്മൾ കൊടുക്കാൻ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഡേ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അത് യുണൈറ്റഡ് നേഷൻസ് ഇങ്ങനെ ഓരോ ഡേ നമുക്ക് തരുന്നുണ്ട് അല്ലെ. ചിലപ്പോൾ വർഷം, ചിലപ്പോൾ അല്ലെ ഓരോ ഇയർ അവർ ഓരോ രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുക. ചില ഡേയ്സ് അവർ ഓരോ രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ജൂൺ 26 നമ്മൾ ഡ്രഗ്സ് ഡേ പഠിക്കുന്നുണ്ട് ഓൾറെഡി. അതിന്റെ കൂടെ ഇതും കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇന്റർനാഷണൽ ഡേ ഇൻ സപ്പോർട്ട് ഓഫ് വിക്ടിംസ് ഓഫ് ടോർച്ചർ എന്ന് പറയുന്നത് ജൂൺ 26 നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, 1998 ആദ്യമായിട്ട് ഈ ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 1998 മുതലാണ് ഈ ജൂൺ 26 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഇൻ സപ്പോർട്ട് ഓഫ് വിക്ടിംസ് ഓഫ് ടോർച്ചർ എന്ന് പറഞ്ഞ ഡേ കൂടി ആയി ആചരിക്കാമെന്ന് UN തീരുമാനിക്കുന്നത്. 1998 ജൂൺ 26 തന്നെയാണ് ഡ്രഗ്സ് ഡേ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോർത്ത് വെച്ചേക്കുക. ഇതുപോലെ ഡ്രഗ്സ് ഡേ ഒക്കെ വരുമ്പോൾ അതിന്റെ തീം ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ 2024 ഡ്രഗ്സ് ഡേയുടെ തീം എന്തായിരുന്നു? 2024 തീം എന്താണ് ഡ്രഗ്സ് ഡേയുടെ?
The evidence is clear. The evidence is clear. The evidence is clear. Invest in prevention. Invest in prevention. നോട്ട് ചെയ്യാവുന്നൊരു നോട്ട് ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കി ഇതൊക്കെ കിട്ടും. ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നാണ് 2024 ഡ്രഗ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത് കേട്ടോ. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുപോലെ ഡ്രഗ്സ് ഡേ ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ജൂൺ 26 വേറെ ഏതെങ്കിലും ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ടോ എന്നും കൂടി അറിയണം എന്നുള്ളത് കൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ബാങ്ക് ഹാസ് അലൗഡ് ബാങ്ക്സ് ഫ്രം 18 countries to open special വോസ്ട്രോ റുപ്പീസ് അക്കൗണ്ട് ഫോർ സെറ്റിലിംഗ് പേയ്മെന്റ്സ് ഇൻ ഇന്ത്യൻ റുപ്പീസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ നോക്കണം 18 കൺട്രിയിൽ നിന്നുള്ള എന്താണ് ബാങ്കുകളെ ഇവിടെ എന്തിനോ വേണ്ടി അലോ ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരമുള്ള ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചത്. ഈ വോസ്ട്രോ റുപ്പി അക്കൗണ്ട് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, സ്പെഷ്യൽ വോസ്ട്രോ റുപ്പി അക്കൗണ്ട് ഒന്നും കണ്ട് പേടിക്കണ്ട. 18 രാജ്യങ്ങളിൽ നിന്നുള്ള ബാങ്കുകളെ ഇവിടെ എന്തിനോ അലോ ചെയ്യാൻ അധികാരമുള്ള ഒരേ ഒരു ബാങ്കേ നമുക്ക് ഇന്ത്യയിലുള്ളൂ. ഏത് ബാങ്കാണ്? RBI ആണ്. നോർമലി ഈ വാക്കുകളൊന്നും കണ്ട് പേടിക്കാതെ ഏതൊരു ബാങ്കിന് മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു സുപ്പീരിയർ പവർ കൊടുത്തിരിക്കുന്നതെന്ന് ഓർത്താൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടും. RBI ആണ്. ഇത് വേറൊന്നുമില്ല, അവരുടെ കറൻസിയിൽ ഇവിടെ എന്താ വിനിമയം ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ അക്കൗണ്ടുകളാണെങ്കിൽ ആ രാജ്യത്തെ കറൻസിയിൽ ഇവിടെ വിനിമയം നടത്താൻ കഴിയും എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ ഒരു 18 കൺട്രീസിനെ നമ്മൾ അലോ ചെയ്തിട്ടുണ്ട് അവരുടെ റുപ്പീസിൽ ഇവിടെ വിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുള്ള അലോ ആരാണ് അതിന് അനുവദിച്ചതെന്ന് ചോദിച്ചാൽ RBI ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇൻ വിച്ച് കൺട്രി ഈസ് ദ ASEAN മീറ്റിംഗ് ടേക്കിംഗ് പ്ലേസ് ടു ഡിസ്കസ് മ്യാൻമാർ ആൻഡ് സൗത്ത് ചൈന സീ ടെൻഷൻസ് എന്നാണ്. ഈ മ്യാൻമാർ ആൻഡ് സൗത്ത് ചൈന സീ ടെൻഷൻസ് ഒരുപാട് പത്രത്തിൽ ന്യൂസിലൊക്കെ വന്നതാണ്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പേര് മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ആയിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് അപ്പൊ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ASEAN മീറ്റിംഗ് എവിടെയാണ് നടന്നതെന്നാണ് ക്വസ്റ്റ്യൻ. 2023 നടന്ന ASEAN മീറ്റിംഗ് എന്ന് പറയുന്നത് 43rd മീറ്റിംഗ് ആണ്. 43rd. ഓക്കെ, 2023 സെപ്റ്റംബറിലാണ് ഈ 43rd മീറ്റിംഗ് നടക്കുന്നത്. ASEAന്റെ 43rd മീറ്റിംഗ് ആണ്. അത് ഇന്തോനേഷ്യയിലാണ് കേട്ടോ. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലായിരുന്നു. ജക്കാർത്ത. അത് 42nd ഇന്തോനേഷ്യയിൽ തന്നെയാണ് നടന്നത് കേട്ടോ. 42nd 43rd ഒക്കെ ഇന്തോനേഷ്യ എന്നാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്ന ലാസ്റ്റ് നടന്ന ASEAN മീറ്റിംഗ് എന്ന് പറയുന്നത് എവിടെയാണ് നടന്നതെന്നാണ്. ASEAN അതുപോലെ തന്നെ G20 അങ്ങനത്തെ മീറ്റിങ്ങുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ബ്രിക്സ് അങ്ങനത്തെ മീറ്റിങ്ങുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതൊക്കെ എവിടെയാണ് നടന്നതെന്ന് ഓരോ മീറ്റിംഗ്സിന്റെയും മീറ്റിംഗ് പ്ലേസ് നിങ്ങൾക്ക് ചോദിക്കും. ഇപ്പൊ ഇവര് എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് മീറ്റിംഗ് എവിടെയാണ് നടന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആ മീറ്റിംഗിൽ വെച്ച് മ്യാൻമാർ സൗത്ത് ചൈന സീ ടെൻഷൻസിനെ പറ്റി അവര് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യയാണ് ആൻസർ. ഓക്കെ, 43rd മീറ്റിംഗ് ആണ് 2023 നടന്നത്. 42nd മീറ്റിംഗ് 2022 നടന്നതും ഇന്തോനേഷ്യയിൽ തന്നെയാണ്. 2023 മീറ്റിംഗ് പ്ലേസ് ജക്കാർത്തയാണ്, ഇന്തോനേഷ്യയിലെ ജക്കാർത്ത. അപ്പൊ ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇന്ന് നോട്ട് ചെയ്ത് പഠിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് അതിന്റെ റിലേറ്റഡ് ഫാക്ടുകൾ മാത്രം ഇന്ന് പഠിക്കുക. അപ്പൊ അതിനുശേഷം അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിന്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നന്നായിട്ട് പഠിക്കുക എല്ലാവരും. ഓക്കെ.